ദാ ഇന്ന് പഴുത്ത മാങ്ങ വെച്ചുള്ള ഒരു ഐറ്റമാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. വെറുതെ പഴുത്ത മാങ്ങ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ജ്യൂസ് അടിച്ച് വെക്കും, കുറച്ച് ജാം ഉണ്ടാക്കും, കുറച്ച് കറി വെക്കും, കുറച്ച് വരുന്നവർക്കൊക്കെ പെറുക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിയുള്ളപ്പോൾ ഇതെങ്ങനെയാണ് കളയുന്നത്? അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊന്നുമില്ല, മാങ്ങയുടെ പൾപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പം ഇത് വെളിയിലത്തെ അടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നതും. കാര്യം 1.5 മണിക്കൂറൊക്കെ ഇതിങ്ങനെ ഇളക്കി 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 കൊടുക്കുന്നുണ്ട്. അപ്പം വെളിയിലാവുമ്പോഴത്തേക്കിനും കുറച്ച് കാറ്റുമുണ്ട്, കുറച്ച് ഫ്രഷ് എയറും ഒക്കെ കിട്ടും. അതുകൊണ്ട് ഞാൻ വെളിയിലത്തെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്നുണ്ട്, കയ്യിലൊക്കെ വീഴാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പം ഒരു 1.5 മണിക്കൂർ എടുത്താണ് ഞാനിത് ഇളക്കി ആ പരുവത്തിനാക്കി എടുക്കുന്നത്. അപ്പം കുറച്ച് കഷ്ടപ്പെട്ടാലും കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ കൊടുക്കുമ്പോഴത്തേക്കിനൊരു സന്തോഷമുണ്ട്. കാര്യം വേറെ ഒന്നും ചേർക്കാതെ ജാം ഒരിക്കലും ജാം പോലെ അല്ല ഇരിക്കുന്നത്, എങ്കിലും ഒരു ചെറിയ മധുരവും പുളിയും എല്ലാം കൂടിയുള്ള ഒരു ഐറ്റമാണ്. നല്ല രുചിയാണ് മാങ്ങയുടെ. എന്താണേലും നമ്മുടെ വീട്ടിലുള്ള മാങ്ങ തന്നെയല്ലേ, വേറെ ഒന്നും ചേർക്കുന്നുമില്ല. കുറച്ച് നാൾ ഇതിരിക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന്, അപ്പോൾ ഇതിച്ചിരി പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നും ഇടുന്നില്ല. അപ്പം ഞാൻ ചട്ടുകത്തിന് ഇച്ചിരി നീളമൊക്കെ കൂട്ടി കൊടുക്കുന്നുണ്ട്, കാര്യം കയ്യിലോട്ട് ഇങ്ങനെ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായപ്പോൾ എന്താ ഈ പരുവത്തിലാണ് കിട്ടിയേക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യണം. എന്ത് ചെയ്യണേ? അപ്പം നാളെ